everyone, welcome to Earnest Academy. Daily Q6 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഓൾറെഡി അപ്ലോഡഡ് ആണ് നമ്മുടെ Earnest Academyയുടെ ഫേസ്ബുക്ക് പേജിൽ. ഓക്കെ, നമുക്ക് ഡിസ്കഷൻ തുടങ്ങാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, frogs made in the brick are option A to reduce the weight of brick, option B to form a key for holding mortar, option C to indicate year and name of manufacture, option D to indicate the top of brick. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഫ്രോഗ് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നും നോക്കാം. ആക്ച്വലി ഫ്രോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രിക്കിൻ്റെ അകത്തൊരു ഡിപ്രഷനായിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫ്രോഗ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി കൊടുക്കുന്നത് ടോപ്പ് ഫേസിലാണ്. ഈ സ്മോൾ ഇൻഡൻറ്റേഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു 10 to 20 mm ഡെപ്തിലാണ് കൊടുക്കുന്നത്. ഈ പ്ലേസിലായിരിക്കും നമ്മുടെ മാനുഫാക്ചററിൻ്റെ ട്രേഡ് മാർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദ ഇൻഡൻറ്റേഷൻ ഓർ സ്മോൾ ഡിപ്രഷൻ പ്രൊവൈഡഡ് ഇൻ ദ ഫേസ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്ന ഫ്രോഗാണ്. PSCക്ക് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, ദ ഇൻഡൻറ്റേഷൻ പ്രൊവൈഡഡ് ഇൻ ദ ഫേസ് ഓഫ് ബ്രിക്ക് ഫ്രോഗാണ്. അപ്പോൾ ആൻസർ ഓപ്ഷനിൽ ഫ്രോഗ് ഉണ്ടായിരുന്നു, അപ്പോൾ ആൻസർ ഫ്രോഗാണ്. മറ്റൊന്നെന്ന് പറയുന്നത് എന്താണ് ഫ്രോഗിൻ്റെ പർപ്പസ് എന്ന് പറയുന്നതാണ്. ടു ഫോം എ കീ ഫോർ ഹോൾഡിംഗ് മോട്ടാർ, അതായത് നമ്മുടെ ബോണ്ട്, ഈ മോട്ടാറും ബ്രിക്കും തമ്മിലുള്ള ബോണ്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി ഈ ഫ്രോഗ് ആ ഡിപ്രഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പർപ്പസും ചോദിച്ചിട്ടുണ്ട്, അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ടു ഫോം എ കീ ഫോർ ഹോൾഡിംഗ് മോട്ടാർ. ഡെപ്ത് ചോദിച്ചിട്ടില്ല, ഡെപ്ത് എന്ന് പറയുന്നത് 10 mm to 20 mm ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന് പറയുന്ന ഫ്രോഗ് ഓഫ് ബ്രിക്ക് ഇൻ ബ്രിക്ക് മെഷീനറി ഈസ് ജനറലി കെപ്റ്റ് ഓൺ ടോപ്പ് ഫേസ് ആണോ, ബോട്ടം ഫേസ് ആണോ, ലോവർ സൈഡാണോ, ഷോർട്ടർ സൈഡാണോ എന്ന രീതിയിലായിരുന്നു ചോദിച്ചത്. അപ്പോൾ ഓർക്കുക, ഫ്രോഗ് എപ്പോഴും നമ്മൾ ജനറലി കൊടുക്കുന്നത് ടോപ്പ് ഫേസിലാണ്. റെയർ കേസൊക്കെ വരാം, വയർ കട്ട് ബ്രിക്കിലൊക്കെ നമ്മൾ ഫ്രോഗേ കൊടുക്കാറില്ല. ഓക്കെ, അത് വിട്ടേക്കൂ. നിങ്ങൾ ഇത് നോക്കുക, ഫ്രോഗ് ഓൺ ദ ബ്രിക്ക് ഇൻ ബ്രിക്ക് മെഷീനറി കൊടുക്കുന്നത് എപ്പോഴും ടോപ്പ് ഫേസിലാണ്. ഇനി മറ്റൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നോട്ട് ചെയ്യുക. ദ ബോർഡ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ഈ ഫ്രോഗ് ഇൻ ബ്രിക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് ബോർഡാണ്. അതിൽ ഓപ്ഷൻ തന്നത് ലാമിൻ ബോർഡ്, അതുപോലെ തന്നെ ഫൈബർ ബോർഡ് എന്ന രീതിയിലാണ് ഓപ്ഷൻ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്യുക. ബോർഡ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ഫ്രോഗ് ഇൻ ബ്രിക്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് ബോർഡാണ്. അപ്പോൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ദ ഇൻഡൻറ്റേഷൻ പ്രൊവൈഡഡ് ഇൻ ദ ഫേസ് ഓഫ് എ ബ്രിക്ക് എന്തായിരുന്നു, ഫ്രോഗ്, അത് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് പർപ്പസ്, എന്താണ് അതിൻ്റെ പർപ്പസ്, ടു ഫോം എ കീ ഫോർ ഹോൾഡിംഗ് മോട്ടാർ, അതും ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് ഫ്രോഗ് എവിടെയാണ് കൊടുക്കുന്നത്, ടോപ്പ് ഫേസിലാണ്. നാലാമത്തതെന്ന് പറയുന്ന ചോദിച്ചിട്ടില്ല, എന്നാലും നോട്ട് ചെയ്യുക, ബോർഡ് ഏത് ബോർഡാണ് പ്രൊവൈഡിങ് ഫ്രോഗ് ഇൻ ബ്രിക്ക്, സ്റ്റോക്ക് ബോർഡാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫ്രോഗ് മെയ്ഡ് ഇൻ ദ ബ്രിക്സ് ആർ, അപ്പോൾ എന്താണ്, ടു റെഡ്യൂസ് ആക്ച്വലി വെയിറ്റ് ഓഫ് ബ്രിക്കിനെയൊക്കെ റെഡ്യൂസ് ചെയ്യും, ജോയിൻസിനെ സ്ട്രെങ്തൻ ഒക്കെ ചെയ്യും. ദ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ടു ഫോം എ കീ ഫോർ ഹോൾഡിംഗ് മോട്ടാർ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 202/2018 എന്ന 2018 അല്ല 2008 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പ്ലീസ് നോട്ട് ദാറ്റ്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫോർ ബ്രോഡ് ഗേജ് ട്രാക്ക് ഇൻ ഇന്ത്യൻ റെയിൽവേസ് ദ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ദ റെയിൽ ഈസ് ഓപ്ഷൻ A 1.676 മീറ്റർ, ഓപ്ഷൻ B 1 മീറ്റർ, ഓപ്ഷൻ C 11.89 മീറ്റർ, ഓപ്ഷൻ D 12.8 മീറ്റർ. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് റെയിൽ, അതിൻ്റെ സിഗ്നിഫിക്കൻസും അതിൻ്റെ വാല്യൂസും PSCക്ക് വേണ്ടി നോക്കാം. സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് റെയിൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു 30 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു റെയിൽവേ ട്രാക്ക് ഇങ്ങനെ കൊടുത്തു പോവാം. പക്ഷേ ഒരു സൈറ്റിൽ ഇത്രയും ലോങ് ആയിട്ടുള്ള റെയിൽവേ ട്രാക്ക് സ്ട്രെച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ റെയിൽ ലെന്ത് സ്റ്റാൻഡേർഡൈസ് ചെയ്യും. ബ്രോഡ് ഗേജിനും ഒരു റെയിൽ ലെന്ത്, സ്റ്റാൻഡേർഡ് റെയിൽ ലെന്ത് വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മീറ്റർ ഗേജിനും സ്റ്റാൻഡേർഡ് റെയിൽ ലെന്ത് വാല്യൂ ഉണ്ട്. അതായത് നിങ്ങൾ പഠിക്കേണ്ടത് ബ്രോഡ് ഗേജിൻ്റെ 12.8 മീറ്ററും മീറ്റർ ഗേജിൻ്റെ 11.89 മീറ്റർ എന്ന വാല്യൂസാണ് പഠിക്കേണ്ടത്. ആക്ച്വലി എക്സാമിന് ഒരിക്കൽ PSC എക്സാമിന് ഈ 12.8 മീറ്റർ ഓപ്ഷനിലുണ്ടായിരുന്നു ഒരു PSC എക്സാമിന്.
പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള റിപ്പീറ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനിൽ 12.8 പകരം 13 മീറ്റർ ആയിരുന്നു ഓപ്ഷനിലുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ മെയിൻലി പഠിക്കേണ്ടത് ഈ അപ്രോക്സിമേറ്റ് വാല്യൂസിനെക്കാളും നല്ലത് പഠിക്കേണ്ടത് 12.8 മീറ്റർ വാല്യൂ, മീറ്റർ ഗേജിൻ്റെ 11.89 മീറ്ററും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ് സ്ലീപ്പർ ഡെൻസിറ്റി എന്നാണ്. ആക്ച്വലി സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു റെയിൽ ലെന്ത് നമ്മൾ കൊടുക്കുമ്പോൾ എത്ര സ്ലീപ്പേഴ്സ് കൊടുക്കുന്നു അതിനെയാണ് നമ്മൾ സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റെയിൽ ലെന്ത് എങ്കിൽ ഇങ്ങനെ സ്ലീപ്പേഴ്സ് എത്ര എണ്ണം കൊടുക്കുന്നു എന്നുള്ളതാണ് സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ സ്ലീപ്പർ ഡെൻസിറ്റി N+3 to N+6 ആണ്. പക്ഷേ ചില ടെക്സ്റ്റ് ബുക്കിൽ N+4 to N+7 എന്ന രീതിയിലും കണ്ടിട്ടുണ്ട്. ഈ രണ്ട് ഓപ്ഷൻസും കൂടെ ഒരുമിച്ച് തന്നിട്ടില്ല, അപ്പോൾ അതും ജസ്റ്റ് നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മെയിൻലി നോട്ട് ചെയ്യേണ്ട N+3 to N+6 ആണ് സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇവിടുത്തെ N എന്താണ്? ഈ സ്റ്റാൻഡേർഡ് ലെന്ത് ഓഫ് റെയിൽ. നമ്മൾ ബ്രോഡ് ഗേജ് ആണ് എടുക്കുന്നതെങ്കിൽ 12.8 മീറ്റർ എടുക്കും, മീറ്റർ ഗേജ് ആണെങ്കിൽ 11.89 മീറ്റർ എടുക്കും. അതിനെയാണ് നമ്മൾ സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ റെയിൽ ലെന്താണ്. ഇന്ത്യയിൽ ആ സ്ലീപ്പർ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ N+3 to N+6. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് റെയിൽ ക്ലോസർ ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും റെയിൽ ക്ലോസർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് ഒരു 30 കിലോമീറ്റർ റെയിൽ ലെന്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ബ്രോഡ് ഗേജിൻ്റെ റെയിൽ ലെന്താണ് കൊടുക്കുന്നത്. 13 മീറ്റർ റെയിലിട്ടു, 13 മീറ്റർ റെയിലിട്ടു, ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ റിക്വേർഡ് ലെന്ത് എന്ന് പറയുന്ന 13 മീറ്റർ വേണ്ട. അപ്പോൾ റെയിൽ ലെന്ത് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് റെയിൽ ലെന്തിനെ പറയുന്ന ടേമാണ് റെയിൽ ക്ലോസർ. അവിടെയും നോട്ട് ചെയ്യുക, റെയിൽ ക്ലോസർ എപ്പോഴും 5.5 മീറ്ററിൽ കൂടുതലായിരിക്കണം. ആ ലെന്ത് പ്രൊവൈഡ് ചെയ്യേണ്ടത് എപ്പോഴും 5.5 മീറ്ററിൽ കൂടുതലായിരിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും റെയിൽ ക്ലോസർ എന്ന് പറയുന്ന റെയിൽ ലെന്ത് ലെസ് ദാൻ നമ്മുടെ സ്റ്റാൻഡേർഡ് ലെന്ത് ഓഫ് റെയിലാണ്. അത് കൊടുക്കേണ്ടത് എപ്പോഴും മോർ ദാൻ 5.5 മീറ്റർ ആണ്. ഇനി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കിയത്? സ്റ്റാൻഡേർഡ് ലെന്ത് ഓഫ് റെയിൽ മെയിൻ പോയിന്റ് ആണ്. ബ്രോഡ് ഗേജ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബ്രോഡ് ഗേജിൻ്റെയും മീറ്റർ ഗേജിൻ്റെയും സ്റ്റാൻഡേർഡ് ലെന്ത് ഓഫ് റെയിൽ. അതിൽ തന്നെ നിങ്ങൾ ആ അപ്രോക്സിമേറ്റ് വാല്യൂ പഠിക്കുന്നതിലും നല്ലത് 12.8 മീറ്ററും 11.89 മീറ്ററും എന്ന് പഠിക്കുക. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്ലീപ്പർ ഡെൻസിറ്റി. സ്ലീപ്പർ ഡെൻസിറ്റിയിൽ നിന്നും 2 ക്വസ്റ്റ്യൻ. എന്താണ് സ്ലീപ്പർ ഡെൻസിറ്റി? നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് പെർ റെയിൽ ലെന്ത്. ഇനി ഇന്ത്യയിലാണെങ്കിൽ സ്ലീപ്പർ ഡെൻസിറ്റി എങ്ങനെയാണ് കൊടുക്കുന്നത്? N+3 to N+6. ഇവിടെ N എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു, N ഈസ് സ്റ്റാൻഡേർഡ് ലെന്ത് ഓഫ് റെയിൽ. ഇനി റെയിൽ ക്ലോസർ എന്ന് പറയുന്ന റെയിൽ ലെന്ത് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് റെയിൽ ലെന്ത്, അത് എപ്പോഴും മോർ ദാൻ 5.5 മീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഫോർ ബ്രോഡ് ഗേജ് ട്രാക്ക് ഇൻ ഇന്ത്യൻ റെയിൽവേ ദ സ്റ്റാൻഡേർഡ് ലെന്ത് ഓഫ് റെയിൽ ഈസ് ഓപ്ഷൻ എ 1.676 മീറ്റർ, ഓപ്ഷൻ ബി 1 മീറ്റർ, ഓപ്ഷൻ സി 11.89 മീറ്റർ, ഓപ്ഷൻ ഡി 12.8 മീറ്റർ. ഈ 2 വാല്യൂസും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഡെയിലി ക്യൂസ് 2ൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതായിരുന്നു. എന്താണ്? നമ്മുടെ ബ്രോഡ് ഗേജിൻ്റെയും മീറ്റർ ഗേജിൻ്റെയും ഗേജാണ് 1.676 മീറ്റർ എന്നും 1 മീറ്റർ എന്നും പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഈ വാല്യൂസ് കാണുമ്പോൾ ബ്രോഡ് ഗേജിൻ്റെ ആണെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് വായിക്കാതെ തന്നെ ഓപ്ഷൻ എ കൊടുക്കും. അത് തെറ്റാണ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ലെന്ത് ഓഫ് റെയിൽ. അത് നമ്മൾ പഠിച്ചു എന്താണ്? 12.8 മീറ്റർ. ഇനി തെറ്റിക്കരുത്, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. ഫോർ ബ്രോഡ് ഗേജ് ട്രാക്ക് ഇൻ ഇന്ത്യൻ റെയിൽവേ ദ സ്റ്റാൻഡേർഡ് ലെന്ത് ഓഫ് റെയിൽ എന്ന് പറയുന്നത് എന്താണ്? 12.8 മീറ്റർ. ഈ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് നമുക്ക് തെറ്റ് വരാൻ വേണ്ടിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രോഡ് ഗേജും മീറ്റർ ഗേജും. ബ്രോഡ് ഗേജിൽ എങ്ങനെയാണ്? ഗേജ് ആണെങ്കിൽ ഗേജ് എത്രയായിരുന്നു? ബ്രോഡ് ഗേജിൽ 1.676 മീറ്റർ. അതുപോലെ മീറ്റർ ഗേജിൽ എങ്ങനെയായിരുന്നു? 1 മീറ്റർ. ഇനി നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് റെയിൽ ലെന്ത് എങ്ങനെയായിരുന്നു? ബ്രോഡ് ഗേജിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? 12.8 മീറ്റർ. അതുപോലെ മീറ്റർ ഗേജിൽ എത്രയായിരുന്നു? 11.89 മീറ്റർ. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാണ്ട് അപ്പോൾ ഒരു ട്രിക്ക് ഓർക്കുക. മീറ്റർ ഗേജ് നമുക്ക് എന്തായാലും അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയിൽ തുടങ്ങിയതാണ് മീറ്റർ ഗേജ് എന്ന് നമ്മൾ പറഞ്ഞു, ഓൾറെഡി ഡെയിലി ക്യൂസ് 2ൽ പറഞ്ഞു. അത് നമ്മൾ 1 മീറ്റർ ആയിട്ടാണ് കൊടുത്തത്. ആ 1 തന്നെ 11.89 മീറ്റർ 2 പ്രാവശ്യം 1 1.
അപ്പോൾ ആദ്യം ഈ 2 വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്താൽ പിന്നെ തിരിയത്തില്ല. 2 1 വരുന്ന മീറ്റർ ഗേജിൻ്റെ ഗേജിൽ 1 മീറ്റർ ഉണ്ട്, അതേ 1 റിപ്പീറ്റായിട്ട് വരുന്നതാണ് സ്റ്റാൻഡേർഡ് റെയിൽ ലെന്തിൽ നമ്മുടെ മീറ്റർ ഗേജിൻ്റെ വാല്യൂ. അപ്പോൾ ആ ട്രിക്ക് വെച്ച് തെറ്റിക്കാതെ ഓർത്തിരിക്കുക. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ലെന്ത് ഓഫ് റെയിൽ ബ്രോഡ് ഗേജ് ട്രാക്കിലാണെങ്കിൽ ഏതാണ്? 12.8 മീറ്റർ. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് when a small angular displacement is given to a body floating in a liquid, it starts oscillating about some point. This point is called option A center of pressure, option B metacenter, option C center of buoyancy, option D center of gravity. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ എല്ലാ ഓപ്ഷൻസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, എല്ലാവർക്കും അറിയുന്നതാണ്. പോയിന്റ് ത്രൂ വിച്ച് ഹോൾ വെയിറ്റ് ഓഫ് ബോഡി ആക്ട്സ്, നമ്മളെ ഹോൾ വെയിറ്റ്, ഒരു ബോഡിയുടെ ഹോൾ വെയിറ്റ് ആക്ട് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. രണ്ടാമത്തേത് സെൻറ്റർ ഓഫ് പ്രഷർ, പോയിന്റ് ത്രൂ വിച്ച് റിസൾട്ടൻറ്റ് പ്രഷർ ആക്ട്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനെ നമ്മൾ പറയുന്നതാണ് എന്ത്? സെൻറ്റർ ഓഫ് പ്രഷർ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ബോയൻസി. സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്ന പോയിന്റ് ത്രൂ വിച്ച് ബോയൻറ്റ് ഫോഴ്സ് ആക്ട്, ബോയൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനെ നമ്മൾ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയും. ഇനി നമുക്ക് ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മെറ്റാ സെൻറ്റർ, point about which a floating body starts oscillating when given a small angular displacement. അപ്പോൾ മെറ്റാ സെൻറ്റർ എപ്പോഴും ഫ്ലോട്ടിംഗ് ബോഡീനെയായിരിക്കും റെഫർ ചെയ്യുന്നത്. നമുക്കൊരു ഫിഗർ വെച്ച് അതെന്താണെന്ന് നോക്കാം. നോക്കൂ, ഇതാണ് നമ്മുടെ ബോഡി ഇരിക്കുക. അപ്പോൾ ആ ബോഡി നമ്മൾ പറഞ്ഞു, ആ ബോഡിയുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്ന ആ പോയിന്റിനെ എന്താ പറയുന്നത്? ഗ്രാവിറ്റി. ബോയൻസി ബോയൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ പറയുന്നത് എന്താ? സെൻറ്റർ ഓഫ് ബോയൻസി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബോഡി എങ്കിൽ ഈ ബോഡിയിൽ ഇവിടെയാണ് സെൻറ്റർ ഓഫ് ബോയൻസി, ഇവിടെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്മോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുക, അതായത് ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ടിൽറ്റ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ബോയൻസി മാറും, പക്ഷേ നമ്മുടെ ഗ്രാവിറ്റി മാറത്തില്ല. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒരിക്കലും മാറില്ല, കാരണം നമ്മുടെ വെയിറ്റ് ബോഡി അവിടെ മാറുന്നില്ല. അപ്പോൾ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നോക്കൂ, ഈ ലൈനിൽ തന്നെയാണ് G. പക്ഷേ നമ്മുടെ ബോയൻസി എന്ന് പറയുന്നത് എന്തായി? ഒരു ബോയൻസി ബിയിൽ നിന്നും B1ലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ ഈ B1ൽ കൂടെ വരയ്ക്കുന്ന ലൈനും നമ്മുടെ നേരത്തെയുള്ള നോർമൽ ആക്സിസ് ഇല്ലേ, ആ നോർമൽ ആക്സിസും തമ്മിലുള്ള മീറ്റിംഗ് പോയിന്റിനെ അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ പോയിന്റിനെയാണ് നമ്മൾ മെറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ പുതിയ ബോയൻസി, സിംപ്ലി പറയുവാണെങ്കിൽ നമ്മുടെ പുതിയ ബോയൻസിയുടെ ലൈൻ ഓഫ് ആക്ഷൻ, അതായത് പുതിയ ബോയൻസിയിലുള്ള ഫോഴ്സ് ഓഫ് ബോയൻസി, ബോയൻ്റ് ഫോഴ്സ്, അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, അതാണ് ഇവിടെ പോയിരിക്കുന്ന ഈ ലൈൻ ഓഫ് ആക്ഷനും നമ്മുടെ നോർമൽ ആക്സിസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ പറയുന്നതാണ് മെറ്റാ സെൻറ്റർ. പ്രത്യേകം നോട്ട് ചെയ്യുക, മെറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോട്ടിംഗ് ബോഡിയിലാണ്. ഈ ഫിഗറിൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവാം. ഇതെന്ന് പറയുന്ന ഒരു ബോഡി, ആ ബോഡിയിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മളെ വെയിറ്റ് ആക്ട് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. എന്നിട്ട് ആ ബോഡിയിൽ നമ്മളൊരു റൊട്ടേഷൻ ടിൽറ്റ് കൊടുക്കുവാണ്. അപ്പോൾ ആ ബോഡിയിൽ ബോയൻസി ഫോഴ്സ് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു, പഴയ ബോയൻസിയിൽ നിന്ന് ബിയിൽ നിന്നും B1 ആയി. ആ B1ൽ കൂടിയുള്ള ലൈൻ ഓഫ് ആക്ഷനും നമുക്ക് ഓൾറെഡി ഉള്ള ആ നോർമൽ ആക്സിസും ഇൻ്റർസെക്റ്റ് ചെയ്ത ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാ സെൻറ്റർ. ആ മെറ്റാ സെൻറ്ററിൽ എങ്ങനെയായിരിക്കും ബോഡി ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും, സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ ഡെഫിനിഷൻ നോക്കൂ. മെറ്റാ സെൻറ്റർ ഈസ് ദ പോയിന്റ് അബൌട്ട് വിച്ച് എ ഫ്ലോട്ടിംഗ് ബോഡി സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ്. ഫ്ലോട്ടിംഗ് ബോഡി സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് എപ്പോൾ? വെൻ ഗീവൺ എ സ്മോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ടിൽറ്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ. അപ്പോൾ അതൊക്കെ അല്ലേ? ഇനി സെൻറ്റർ ഓഫ് ബോയൻസി ഇങ്ങനെയും ചോദിച്ചു. ഓഫ് ബോയൻസി മീൻസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് വോളിയം ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഫ്ലൂയിഡ്. സിംപ്ലി ഇത്രയേ ഉള്ളൂ. ഒരു ബോഡി ഇമേഴ്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഇമേഴ്സ്ഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്റർ ഓഫ് ബോയൻസി. ഓക്കെ,
ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് സ്റ്റേബിൾ, അൺസ്റ്റേബിൾ, ന്യൂട്രൽ, ബാലൻസ്ഡ് ഇക്വിലിബ്രിയം എന്ന് തന്നിട്ട് ഇതിൽ ഏത് ഇക്വിലിബ്രിയമാണ് പോസിബിൾ അല്ലാത്തതെന്ന്. അപ്പം നമുക്ക് പഠിക്കേണ്ടത് 3 ഇക്വിലിബ്രിയമാണ്: സ്റ്റേബിളും, അൺസ്റ്റേബിളും, ന്യൂട്രൽ ഇക്വിലിബ്രിയം. നമുക്ക് ബാലൻസ്ഡ് ഇക്വിലിബ്രിയം പഠിക്കാനില്ല. അപ്പോൾ ഓപ്ഷനിൽ എന്തായിരുന്നു ആൻസർ? പോസിബിൾ അല്ലാത്തത് ബാലൻസ്ഡ് ഇക്വിലിബ്രിയമാണ്. ഇനി നമുക്ക് ഇതും ചോദിക്കാറുണ്ട്, സ്റ്റേബിൾ ബോഡി ആകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മെറ്റാസെൻറ്ററും ഗ്രാവിറ്റിയും തമ്മിൽ, സബ്മേർജ്ഡ് ബോഡി ആകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബോയൻസിയും ഗ്രാവിറ്റിയും തമ്മിൽ സ്റ്റേബിൾ ആവുന്നത്. ഇതിൽ ജസ്റ്റ് ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. എപ്പോഴും നമ്മുടെ ജി ലോവറിലായിരിക്കും, എപ്പോഴും നമ്മുടെ ജി ബിലോ ആയിരിക്കും. എപ്പോൾ? സ്റ്റേബിൾ ആവുമ്പോൾ. സ്റ്റേബിൾ കണ്ടീഷനിൽ ഫ്ലോട്ടിംഗ് ബോഡി ആയാലും സബ്മേർജ്ഡ് ബോഡി ആയാലും നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴെയായിരിക്കും. ഇനി മെറ്റാസെൻറ്റർ എപ്പോഴാണ് വരുന്നത്? ഫ്ലോട്ടിംഗ് ബോഡി വരുമ്പോഴാണ്. അപ്പോൾ ഇനി നോക്കൂ, ഫ്ലോട്ടിംഗ് ബോഡി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സ്റ്റേബിൾ ആവണമെങ്കിൽ എം ലൈസ് എബോവ് ജി, അതായത് ജി താഴെയാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേബിൾ. ഇനി സബ്മേർജ്ഡ് ബോഡിയിൽ നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണ്? ബോയൻസി ലൈസ് എബോവ് ജി, അതെ ഇവിടെയും ജി താഴെയാണ്. അപ്പോൾ ജസ്റ്റ് ഇത് മാത്രം ഓർക്കുക, ജി സ്റ്റേബിൾ ആവുന്ന എപ്പോഴാണ്? ജി താഴെയാവുമ്പോൾ. ഇനി അൺസ്റ്റേബിൾ ആവുന്ന എപ്പോഴാണ്? ജസ്റ്റ് ഓപ്പോസിറ്റ്. ന്യൂട്രൽ ആവുന്നത് എപ്പോഴാണ്? ഇത് രണ്ടും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുമ്പോൾ, ബി ആൻഡ് ജി കോയിൻസൈഡ് ചെയ്യുമ്പോൾ സബ്മേർജ്ഡ് ബോഡിയിൽ ന്യൂട്രൽ ആവും. അതുപോലെ തന്നെ എം ആൻഡ് ജി കോയിൻസൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലോട്ടിംഗ് ബോഡിയിൽ ന്യൂട്രൽ ആവും. ഈ ജസ്റ്റ് എപ്പോഴും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർക്കുക, എപ്പോഴും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ബിലോ ആയിരിക്കും ഇൻ സ്റ്റേബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അതിൽ നിന്നും ഓപ്പോസിറ്റ് ആയിരിക്കും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓഫ് കോഴ്സ് ന്യൂട്രൽ ഇക്വിലിബ്രിയം അറിയാം, 2 പോയിന്റും കോയിൻസൈഡ് ചെയ്യുന്ന ആ പോയിന്റിനെ, ആ ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ ന്യൂട്രൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമ്മൾ ക്രാഷ് കോഴ്സ് ആയതുകൊണ്ടാണ് എക്സാമ്പിൾ വെച്ചൊന്നും പറയാത്തത്. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് എങ്ങനെ പഠിക്കാം അതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വെൻ എ സ്മോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗിവൺ ടു എ ബോഡി ഫ്ലോട്ടിംഗ് ഇൻ എ ലിക്വിഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് എബൌട്ട് സം പോയിന്റ്. എന്തായിരുന്നു? ഒരു സ്മോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തപ്പോൾ, ഒരു ഫ്ലോട്ടിംഗ് ബോഡിയിൽ കൊടുത്തപ്പോൾ ആ ബോഡി ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഏത് പോയിന്റ് ആയിരുന്നു ആ പോയിന്റിനെ പറയുന്നത്? മെറ്റാസെൻറ്റർ. അപ്പോൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്താണെന്നും, സെൻറ്റർ ഓഫ് പ്രഷർ നമ്മൾ ഓൾറെഡി കണ്ടു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ബോഡി, അല്ലെങ്കിൽ നമുക്ക് പറയാം റിസൾട്ടൻറ്റ് പ്രഷർ ആക്ട് ചെയ്യുന്നത്. പിന്നെ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബോയിൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇമേഴ്സ്ഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീനെ നമ്മൾ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയും. പിന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എല്ലാവർക്കും അറിയാം, ഹോൾ വെയിറ്റ് ഓഫ് ബോഡി ആക്ട് ചെയ്യുന്ന ആ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ.